വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കുടുംബ ഫാമിലി. എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഹായ്. അപ്പോൾ ഇന്ന് ദീപാവലിയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി. ഞാനിപ്പോൾ ജോലി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. 6 മണിയായി കേട്ടോ. അപ്പോൾ 6 മണിയായി. അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇവിടെ ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന വോയിസ് നന്നായിട്ട് കേൾക്കുമോയെന്ന് എനിക്കറിയില്ല. പാറുക്കുട്ടി വീട്ടിലാണ്, ലീവാണ്. അപ്പോൾ പാറുക്കുട്ടി എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പടക്കൊക്കെ വാങ്ങിച്ചിട്ട് ചെല്ലണം, പൂത്തിരിയൊക്കെ വാങ്ങിച്ചിട്ട് ചെല്ലണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വാങ്ങിക്കണം, വീട്ടിലോട്ട് പോകണം, ദീപമൊക്കെ കത്തിക്കണം, സെലിബ്രേറ്റ് ചെയ്യണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെ അമ്പലമുണ്ട് കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് ഈ മൺചിരാത് ഉണ്ടല്ലോ, അത് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരെണ്ണത്തിന്. അങ്ങനെ ഞാനൊരു 25 വാങ്ങിച്ചു. പിന്നെ കുറച്ച് തിരിയും വാങ്ങിച്ച്. എന്നിട്ട് പടക്കം വാങ്ങിക്കാൻ വേണ്ടി പടക്ക് കട തപ്പി നടക്കാൻ സ്ഥലമൊന്നും ബാക്കിയില്ല കേട്ടോ. അവസാനം ഞാൻ ഒരു കടയിലെത്തിയിട്ടുണ്ട്. ഈ എറണാകുളത്തുള്ളവരൊന്നും ദീപാവലി അങ്ങനെ അത്രയ്ക്ക് ആഘോഷിക്കാറില്ലെന്നാണ് പറയാറ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ തിരുവനന്തപുരത്തുള്ളതുപോലെ പടക്കക്കടകൾ സജീവമായിട്ടൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഒരുപാട് കുറേ ദൂരം പോയിട്ടാണ് ഒരു പടക്കക്കട കണ്ടുപിടിച്ചത്. അത് മാനുഫാക്ചേഴ്സാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ലാഭത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം പടക്കമൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ സ്കൂട്ടിയിൽ ലൈറ്റ് കത്തുന്നില്ല. പിന്നെ അത് നന്നാക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടാ. എന്നിട്ട് കുറേ നേരം പോസ്റ്റായിട്ട് നിന്നു. പെരും മഴയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നേ. മഴയൊക്കെ നനഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വീടെത്തിയിട്ടുണ്ട്. നനഞ്ഞു കുളിച്ചൊരു കുളമായിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കുളിച്ച് ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തു. എൻ്റെ കയ്യിൽ ഇങ്ങനെ ജില്ലായിട്ടുള്ള ഡ്രസ്സൊന്നുമില്ല, ദീപാവലിക്ക് പറ്റിയ ഡ്രസ്സൊന്നുമില്ല. അപ്പം ഞാൻ ഉള്ള ഡ്രസ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാറു ഓൾറെഡി റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ പാറിൻ്റെ മുഖത്ത് കാണുന്ന സങ്കടം എന്താണെന്ന് വെച്ചാൽ പടക്കം പൊട്ടാസൊന്നും വാങ്ങിച്ചില്ല. പോയി വാങ്ങിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ മോന്ത ഇങ്ങനെ കനപ്പിച്ച് വെച്ചുകൊണ്ട് നിൽക്കണുണ്ടായിരുന്നു. ഇപ്പം ഞാൻ റെഡി ആയൊക്കെ വന്നത് കണ്ടപ്പോഴത്തേന് കുറച്ചൊന്ന് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇത്ര നേരത്തെ മുഖം എന്ന് പറയുന്നത് ഇങ്ങനെ കടമ്പൽ കുത്തിയാണൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾറെഡി എനിക്കുള്ളൊരു ചുരിദാറാണ്. പാറുവിൻ്റെ ഷോളും കൂടി ഇട്ട് പെയർ ചെയ്തപ്പോഴത്തേനും ഒരു ജിൽ ഫീല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സ് കാണിച്ചു തരാം. ഈ വീട് മൊത്തത്തിലൊരു പിങ്ക് മയമായതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഒരു ചുരിദാറാണ് ഉണ്ടായിരുന്നത്, സ്ലീവ്ലെസ് ചുരിദാർ. പിന്നെ പാറുവിൻ്റെ ഷോളും കൂടി ഇട്ടപ്പോൾ കിടുവായി കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. പാറുവിൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഇതാണ് പാറക്കുട്ടിയുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. പാറക്കുട്ടി ദീപാവലിക്ക് സെറ്റായിട്ട് നിൽപ്പുണ്ട്. പാറുവിന് ഇങ്ങനെ ജിൽ ഡ്രസ്സൊന്നും ഇല്ലല്ലേ നമുക്കിനി. മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് യെല്ലോ, ഓറഞ്ച് അങ്ങനെയൊക്കെയുള്ള കളേഴ്സ് ഇല്ല. അപ്പോൾ ഞാനും പാറുക്കുട്ടിയും കൂടി പടക്കൊക്കെ വാങ്ങിക്കാൻ പോവുകയാണേ. അപ്പോൾ പോയിട്ട് വന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പരിപാടിയും ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഒരു 9 മണി ആയിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മൾ അങ്ങനെ സമയമൊന്നും നോക്കുന്നില്ല. നമ്മുടെ 9 മണി കഴിഞ്ഞിട്ടാണ് ഇവിടെ 10 മണിയാവും നമ്മൾ തിരിച്ചെത്തുമ്പോൾ. അപ്പോഴാണ് നമ്മൾ ഇവിടെ ദീപമൊക്കെ കത്തിക്കാൻ പോണത്. നമുക്ക് വട്ടാണ് ഗൈസ്, വട്ടാണ്. കാര്യം എന്താണെന്നറിയോ, ഇവിടെ ഭയങ്കര മഴയായിരുന്നു. ഇപ്പം കണ്ട ഫ്രണ്ട് കണ്ട ഫുൾ വെള്ളമായിട്ട് കിടക്കുന്ന ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു. ഞാൻ എത്താൻ തന്നെ ഒരുപാട് ലേറ്റായി കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് 7 മണിക്ക് വരും, നീ നേരത്തെ റെഡിയായി നിന്നില്ലെങ്കിൽ നിനക്ക് ഞാൻ തരും, മര്യാദയ്ക്ക് റെഡിയായി നിന്നോണം. ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് നീ ബാത്റൂമിലായിരിക്കും, നീ കുളിച്ചിറങ്ങത്തില്ലായിരിക്കും, നീ റെഡിയായിട്ടുണ്ടാവില്ലായിരിക്കും. 7 മണിക്ക് എത്തും, കുറച്ച് 7 മണിക്ക് ചിലപ്പോൾ മുമ്പേ എത്തും. പടക്കും മറ്റേതും മറിച്ചതും എല്ലാം വാങ്ങിച്ചോണ്ട് വരും എന്നൊക്കെ പറഞ്ഞ ആളാണ്. 8 കഴിഞ്ഞ് 8:30 ആയപ്പോൾ എത്തിയത്. കേട്ടല്ലോ, പരാതി കേട്ടല്ലോ. ഇതാണ് പാറുവിൻ്റെ മുഖം ഇങ്ങനെ കനത്ത് പിടിച്ചിരുന്നെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മുടെ സിറ്റ് ഔട്ടിൽ കുറച്ച് വെട്ടത്തിൻ്റെ കുഴപ്പമുണ്ട്, വെട്ടം കുറവുണ്ട്. അപ്പം ഞാൻ നിൽക്കുന്ന ഈ പൊസിഷനിൽ നിന്നാൽ മര്യാദയ്ക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ സോപാനമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വിളക്ക് വയ്ക്കാം അല്ലേ, ഇവിടെയൊക്കെ ഇടിഞ്ഞിൽ കത്തിക്കാമെന്നാണ് വിചാരിക്കണത്. പിന്നെ മഴ ഒന്ന് തോന്നിയിട്ടുണ്ട്, നന്നായിട്ട് തോന്നിട്ട് വേണം പടക്കം പൊട്ടിക്കാനായിട്ട്. അപ്പോൾ അതാണ് അടുത്ത പരിപാടി. അപ്പോൾ പോയിട്ട് വരാം. ബാ, എവിടെ പോണ്? ബാ. ഇങ്ങോട്ട് വാ, വാടി. ചോദിക്കട്ടെ, നോക്ക് ചോദിക്കട്ടെ. പാറു ഹാപ്പി?
പാറുവിന് സത്യമായിട്ട് സങ്കടം വന്നില്ല ഞാൻ ഒന്നും വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞപ്പോ. പിന്നെ ദേഷ്യം ചോറ് വലിഞ്ഞങ്ങ് കേറുന്നു. അപ്പൊ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്തൊക്കെ വാങ്ങിച്ചെന്ന് ഓരോന്നും കാണിക്കാവേ. എവിടെ ഇതൊക്കെ എന്താണ് സാധനങ്ങളൊന്നും എനിക്ക് ഐഡിയ ഒന്നുമില്ല. ഇതൊരെണ്ണമുണ്ട്, തറച്ചക്രം. ഇതിന്റെയൊക്കെ പേര് ഓരോ സ്ഥലത്ത് ഓരോന്നായിരിക്കും കേട്ടാ. ഇല്ല, ഇത് പടക്ക്, ഇലക്ട്രിക്, പൂത്തിരി, കമ്പിത്തിരി അല്ലേ. പിന്നെ ഇങ്ങനെ സ്റ്റാർ ആയിട്ട് ഇങ്ങനെ കത്തുന്ന ഒരു സാധനം. ഇതൊക്കെ എന്താന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ വാങ്ങിച്ചെന്നേ ഉള്ളൂ. പൂക്കുറ്റി. കയ്യില് വെച്ച് പൊട്ടിയേനെ. പിന്നെ ഇതെന്തോ പടക്കാണ് കേട്ടാ, അത് വാങ്ങിച്ചിട്ടുണ്ട്. കയ്യിൽ വെച്ച് കറക്കുന്ന തറച്ചക്രം. ഇല്ല, ഇത് ട്രൈ ചെയ്ത് നോക്കാന്ന് കരുതി ഞാൻ 5 എണ്ണേ വാങ്ങിച്ചോളൂ. ഇത് ഇങ്ങനെ പിടിച്ച് നടക്കുമോ? ആ യെസ്. അത് വെച്ചൂടെ, എന്ത് കോമൺ സെൻസ്. ഹാപ്പി. ഞങ്ങളിപ്പോ തുടങ്ങടേ. കുറച്ച് സ്വീറ്റ്സേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം വേറൊന്നുമല്ല, മറ്റേ സ്വീറ്റ്സ് ബോക്സ് നോക്കിയപ്പോഴത്തേന് അതിലെ സ്വീറ്റ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കുറെ വെറൈറ്റി സ്വീറ്റ്സ് ഉണ്ടെങ്കിലും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ നമ്മൾ കഴിക്കുന്ന കുറച്ച് സ്വീറ്റ്സ് ഉണ്ടല്ലോ, അത് മാത്രം വാങ്ങിച്ചിട്ടുണ്ട്. ജിലേബി, ലഡു, അങ്ങനെ 1-2 സ്വീറ്റ്സ് മാത്രമേ വാങ്ങിച്ചോളൂ. ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഇരുന്ന് തിന്നോണ്ടിരിക്കും ഗൈസ്. ഫുള്ള് ഞാൻ കഴിക്കും. എനിക്ക് സ്വീറ്റ്സ് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ തന്നെ കഴിക്കും. ആ കഴിപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് പ്ലേറ്റിലോട്ട് അറേഞ്ച് ചെയ്യാമേ. കാണിക്കാൻ ജിലേബി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പേരെന്താന്ന് എനിക്ക് അറിയില്ല. ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിലിരിക്കത്തില്ലേ, അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ലഡു ഓറഞ്ച് ലഡു ആണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ദേ പാൽ. ഇതെന്താണ്? മൈസൂർ പാക്ക്. ഇത് അത്ര വാങ്ങിച്ചോളൂ കേട്ടാ, കൂടുതലൊന്നും ഞാൻ വാങ്ങിച്ചില്ല. കാണിക്കാം. കണ്ടോ, സെറ്റല്ലേ? ഈ പരിപാടികളൊക്കെ സന്ധ്യക്ക് ചെയ്യേണ്ടതായിരുന്നു, അതിന് എത്താൻ പറ്റിയില്ല ഗൈസ്. എനിക്ക് ജോലി കളയാൻ പറ്റില്ലല്ലോ, നമുക്ക് ജോലിക്ക് പോയല്ലേ പറ്റുള്ളൂ. സോ ഇതാ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട് കയ്യിലും, യെല്ലോ കളറിലെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് ദീപം കത്തിക്കാവേ. പഴച്ചുപൊലി നിങ്ങൾ കാത്തോളി. ചുറ്റാൻ പോലും തികയണില്ല. ഇങ്ങനെ ഇടട്ടെ. ഇവിടെ ദീപം കത്തിക്കാനുള്ള പരിപാടിയിലാണ്. നമ്മൾ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ദേ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേട്ടാ. ഉള്ള പൂക്കൾ ഇങ്ങനെ ചെറിയ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ കുറേ ചിരാതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ദേ ഡോറിലും കൂടി ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പാർക്കുട്ടി പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ എഫേർട്ട് എടുക്കുന്നു എന്നുള്ളതാണ് കക്ഷി ഉദ്ദേശിച്ചത് കേട്ടോ. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ എഫേർട്ട് എടുക്കുക, വേറെ ആരെ എഫേർട്ട് എടുക്കുക അല്ലേ? അതിന് നമ്മുടെ സന്തോഷത്തിന് നമ്മൾ തന്നെയാണ് എഫേർട്ട് എടുക്കേണ്ടത്. അപ്പോൾ അവൾ തമാശയ്ക്കാണ് പറഞ്ഞെങ്കിലും അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ പാർക്കുട്ടി ദീപം കത്തിക്കുകയാണ്. എല്ലായിടത്തും നമ്മൾ കയറുന്ന സ്റ്റെപ്പിൻ്റെ അവിടെയും നമ്മുടെ സോപാനത്തിലും എല്ലായിടത്തും വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നേ. ആ ഫ്ലവേഴ്സ് ഇരിക്കുന്നതുകൊണ്ട് ആ സൈഡിലുള്ള പൂക്കൾ കാണാൻ
പൂക്കളല്ല, ദീപം കാണാൻ പറ്റുന്നില്ല എന്നാണ് കേട്ടോ. ഈ സൈഡിലുള്ള ദീപം എല്ലാം ദാ ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ പുറത്തിറങ്ങുമ്പോൾ ദേ കണ്ടോ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എന്നിട്ട് ഞങ്ങൾ ദേ പൂത്തിരി കത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. കമ്പിത്തിരിയിൽ തന്നെ അങ്ങ് തുടങ്ങാൻ നേരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദിവാലി. കുറേ ലേറ്റായിട്ടാണ് നമ്മുടെ ഈ വീഡിയോ വരുന്നതെന്ന് എനിക്കറിയാം. ഏട്ടാ സത്യം പറയാമല്ലോ, എനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല എനിക്ക് തീരെ സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നും ഞാൻ എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുകയും ചെയ്യും, അത് നടക്കുകയില്ല. പക്ഷേ എനിക്ക് ഈ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ട് അതിനെങ്ങനെ വേസ്റ്റായി കളയുന്നത് എനിക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ദേ നമ്മൾ ഓരോരോ പൂത്തിരിയും കമ്പിത്തിരിയും അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോരോ പേരുകളായിരിക്കും. അപ്പോൾ പൂക്കുറ്റിയും ഒക്കെ വയ്ക്കുകയാണ്. പാറക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അവളുടെ സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ എഫേർട്ട് എടുക്കുന്നത്. പാറക്കുട്ടിയും എൻ്റെ അതേ ക്യാരക്ടറാണ് കേട്ടോ. സെലിബ്രേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരവും ഞാനും പാറക്കുട്ടിയും പാഴാക്കാറില്ല. അത് ഒത്തിരി പൈസ ചിലവാക്കിയിട്ടെന്നോ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടൊന്നല്ല, സിമ്പിളായിട്ടാണെങ്കിലും ആ ഒരു മൂമെൻറ്റ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. അതിനുശേഷം ഞാനും കുറേശ്ശെ ഇങ്ങനെ പൂത്തിരി ഓരോന്നൊക്കെയൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. നെക്സ്റ്റ് ടൈം എന്തായാലും വാങ്ങുമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് നേരിട്ട് കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. അപ്പൊ സ്വീറ്റ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഹാപ്പി ദിവാലി എല്ലാവർക്കും. ഒരുപാട് 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 എന്താണ് നന്മകൾ നിറഞ്ഞ ദീപാവലി ആശംസിക്കുന്നു കേട്ടോ. അപ്പൊ പാറക്കുട്ടിക്ക് സ്വീറ്റ്സ് കൊടുക്കട്ടെ. ഹാപ്പി ദിവാലി ഡി. ഹാപ്പി ദിവാലി ഡി. അപ്പോ ഇനി ബാക്കി പടക്കങ്ങൾ പൊട്ടിക്കട്ടെ. ഇനി നിനക്ക് എന്ത് വേണം? സ്വീറ്റ്സ് ഇതോ? കൊള്ളാം കേട്ടോ, ഒരു ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ സൂപ്പർ. കറങ്ങൂലേ? ആ കറങ്ങി കറങ്ങി. സെറ്റല്ലേ? കൊറേ നേരമുണ്ട്. ഓ അടി പുതിയ സാധനമാണ് ഇത്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. മറ്റേ തറച്ചക്രം ഉണ്ടല്ലോ, അതിങ്ങനെ കയ്യിൽ വെച്ച് കത്തിക്കണതാണ്. എന്താകും എന്ന് അറിയില്ല. കത്തിക്കാം എന്നുള്ള പ്ലാനിലാണ്. കത്തിച്ചാലോ? പിന്നെ ഡബിൾ ഓക്കെ. ഓക്കെ. ഓ സൂപ്പർ 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 സൂപ്പർ. അടിപൊളി. ഓ മൈ ഗോഡ്. ഓക്കെ. ഓ ഇതോടുകൂടി ഇത്തവണത്തെ ദീപാവലി അവസാനിക്കുന്നതാണ് അല്ലേ പറു? ദിവാലി. അത് അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ. അവസാനത്തെ എന്തോ സംഭവം പൂക്കുറ്റി. പൂക്കുറ്റി. പൂത്തിരി അറിഞ്ഞൂടാ. ഇതില് പഴയ അറിഞ്ഞൂടാ. ഉദ്ദേശിച്ചത് കിളിയൊക്കെ പറഞ്ഞു. ഗായ്സ് ഹാപ്പി എടി മര്യാദയ്ക്ക് പറയടി. ഹാപ്പി വരൂല? ഹാപ്പി അല്ലേ? സെറ്റ് അല്ലേ? പൊളിയല്ലേ? വൈബല്ലേ? കിടുവല്ലേ? ലാസ്റ്റ് വൺ.
ലാസ്റ്റ് തറച്ചക്രവും കൂടെ കത്തിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിൽ എന്തോ ഒരു സംതൃപ്തി, കുറച്ച് പൈസ കൂടെ തീർന്നപ്പോൾ എന്താ ഒരു സന്തോഷമല്ലേ. അങ്ങനെയല്ലടോ, നമ്മൾ പൈസ വേണം, പൈസ വേണ്ടെന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ കുറച്ച് പൈസ ചിലവാക്കിയിട്ടാണെങ്കിലും കുറച്ച് ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാക്കാം എന്നുള്ളൊരു പക്ഷക്കാരിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഇതോടുകൂടി ഇത്തവണത്തെ ദീപാവലി സെലിബ്രേഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത തവണത്തെ ദീപാവലിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിക്കാനുള്ള പരിപാടിയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ പടക്കം പൊട്ടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ വിജയകരമായി ഇത്തവണ ദീപാവലി വളരെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലേ പറു? ഇല്ലേ ദുഷ്ടത്തി? കൊള്ളൂല്ലായിരുന്നെന്നാണ് കേട്ടോ പറയണത്. കൊള്ളൂലല്ല. അപ്പൊ അടുത്ത തവണ ഒന്നും വേണ്ടല്ലോ? വേണ്ട, ഓക്കെ. അപ്പോൾ വളരെ വളരെ വിജയകരമായി നമ്മൾ ആ ദീപാവലി സെലിബ്രേഷനും കഴിഞ്ഞിട്ടുണ്ട്. 12 മണിയായി കേട്ടാ. അപ്പുറത്തുള്ള വീട്ടുകാരൊക്കെ ഉറങ്ങിക്കിടന്നവരെയൊക്കെ നമ്മൾ വിളിച്ചുണർത്തി പടക്കം വെട്ടിച്ച് എല്ലാം തീർത്തിട്ടുണ്ട്. ഇനി കുറച്ച് പൂത്തിരി മാത്രം ഉണ്ടല്ലേ? ഇന്ന് കത്തിക്കണില്ല പൂത്തിരി, എണ്ണ താഴെ വീണ്. ഇനി കുറച്ച് പൂത്തിരി മാത്രമേ ഉള്ളൂ. അപ്പോൾ പൂത്തിരിയും കൂടി കത്തിക്കണം. ഇന്ന് കത്തിക്കണില്ലെന്നാണ് പറഞ്ഞത്. അപ്പം ഫുൾ ടയേർഡായിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പെട്ടെന്ന് പോയി അവിടെയൊക്കെ ഒന്ന് സിറ്റ് ഔട്ടും നമ്മുടെ മുറ്റം ഉണ്ടല്ലോ, മുറ്റവും ഒക്കെ ഒന്ന് വൃത്തിയാക്കി. എന്താണെന്ന് വെച്ചാൽ നാളെ എനിക്ക് ജോലിയുണ്ട്. അപ്പം നാളെ രാവിലെ വൃത്തിയാക്കാന്ന് പറഞ്ഞാൽ ഞാൻ ലേറ്റായിട്ടാണ് എണീക്കണേന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാവും എന്ന് വെച്ചാൽ നമ്മുടെ വീടും അതിൻ്റെ ഓപ്പോസിറ്റ് വീട്, അതിൻ്റെ അടുത്തുള്ള വീട്, ഇവർക്ക് എല്ലാവർക്കും കൂടി കോമൺ ആയിട്ടുള്ള ഒരു ലൈനാണ്. ആകെ ഈ ലൈനിലൊരു 4-5 വീട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ള കോമൺ ആയിട്ടുള്ള റോഡാണ് മെയിനായിട്ട് ലൈൻ. അപ്പോൾ നാളെ ഇനി അത് കച്ചടായിട്ട് കിടക്കുമ്പോഴത്തേന് അപ്പുറത്തുള്ളവരെന്തെങ്കിലും പറഞ്ഞ് തിരിച്ച് ഞാൻ എന്തെങ്കിലും പറയും. രാവിലത്തെ എൻ്റെ മൂടെല്ലാം അങ്ങ് പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രാത്രി തന്നെ ഞാനതങ്ങ് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. കാരണം നമ്മൾ പുറത്തിറങ്ങി ചെളിയൊക്കെ ചവിട്ടി കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി. ഇനി നന്നായിട്ട് വിശക്കണുണ്ട്, ഉറക്കവും വരുന്നുണ്ട്, നന്നായിട്ട് ടയേർഡായി കേട്ടാ. ഭയങ്കര അർമാദമായിരുന്നു കിടന്ന്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാന്ന് വെച്ചപ്പോൾ ഇനി ചെന്ന് ഹോട്ടലൊക്കെ തപ്പിപ്പിടിച്ച്, തട്ടുകടയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷേ നല്ലതായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇപ്പോഴത്തെ പ്രധാന പരിപാടി ചിക്കനിൽ നിന്ന് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ വാങ്ങണം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ ഫോണും നോക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. നമ്മൾ തീരുമാനം മാറ്റി ഹോട്ടലിലോട്ട് വന്നിരിക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ട്. ഗൈസ് നമ്മൾ തെണ്ടിത്തിരിഞ്ഞ് അറിയണില്ല. ആദ്യം ഒരു കടയിൽ ചെന്നിരുന്ന് വീഡിയോ ഒക്കെ എടുത്ത് വിശാലമായിട്ട് ഇരുന്നപ്പോഴത്തേനാണ് അവർ പറയുന്നത് ഫുഡൊക്കെ ക്ലോസ് ചെയ്തു എന്ന്. പിന്നെ ഞങ്ങൾ 2-3 കടകളിൽ കയറി. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു ഫുഡും ഉണ്ടായിരുന്നില്ല കേട്ടോ. തട്ട് ദോശ, പൊറോട്ട അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മന്തി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഈ ഒരു കടയിൽ വന്ന് കയറിയിട്ടുണ്ട്. അവിടുത്തെ വൈബൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു ഗ്രീനിഷ് കളർ തീമിൽ ചെയ്തേക്കുന്ന ഒരു ഹോട്ടലാണ്. പിന്നെ ഹോട്ടലിൻ്റെ അറ്റ്മോസ്ഫിയറും പിന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നിട്ട് അവിടുത്തെ മന്തിയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള മന്തി ടേസ്റ്റേ അല്ല. ഞാൻ ഇങ്ങനെ ഒരു ടേസ്റ്റിൽ സത്യമായിട്ട് ഇതുവരെ ഒരു മന്തി കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പാറക്കുട്ടിക്കും അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നല്ല വിശപ്പുള്ളതൊട്ട് കാര്യമായിട്ട് തട്ടിയിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നിടന്ന് സുഖമായിട്ട് ഇറങ്ങി. ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. പാറക്കുട്ടി ഭയങ്കര ഹാപ്പിയായി. പാറക്കുട്ടി ഇപ്പോഴേ ഉറക്കം തൂക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അവളെ സന്തോഷമാക്കി വെക്കുക എന്ന് പറയുന്നത് എനിക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അവളുടെ സന്തോഷം കാണുമ്പോൾ ഞാൻ ഡബിൾ സന്തോഷം അങ്ങനെ. അപ്പോൾ ഒരു സമയത്തുണ്ടല്ലോ ഞാൻ വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്കെന്താണ് എന്നും ദുഃഖവും പ്രശ്നങ്ങളും മാത്രമാണല്ലോ, എനിക്കൊരു സന്തോഷം ഇല്ലല്ലോ എന്ന്. പിന്നീടാണ് ഗൈസ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്. നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ എന്ന്. അതിനുശേഷം ഇപ്പോൾ എൻ്റെ പ്രധാന പരിശ്രമം സമാധാനമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.